ദയാദുർഗ. രചന നിമ സുരേഷ്. അവതരണം അപര. ദയ മടിച്ചു. വീണ്ടും അപമാനിക്കപ്പെടാൻ അവൾക്കൊട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. ഇല്ലെന്ന് മറുപടി പറയാൻ മുഖമുയർത്തിയപ്പോൾ കണ്ടു വാതിൽക്കൽ തന്നെ രൂക്ഷമായി നോക്കി നിൽക്കുന്ന വല്യമ്മയെ. ഞാൻ പോട്ടെ മാഡം. വാക്കുകൾ അവസാനിപ്പിച്ചവൾ തിരികെ വീട്ടിലേക്ക് ഓടി. നിമിഷനേരം ദൂരേക്കകലുന്ന ദയയെ നോക്കി നിന്ന ശേഷം മഹാലക്ഷ്മി വ്യസനത്തോടെ പിന്തിരിഞ്ഞു. അപ്പോഴും വാതിൽക്കൽ സാവിത്രി നിൽപ്പുണ്ടായിരുന്നു. അവർ മഹാലക്ഷ്മിക്കൊരു പുഞ്ചിരി നൽകി. എന്നാൽ അവരത് മുഖവരയ്ക്കെടുത്തില്ല. ആ കുട്ടി നിങ്ങളുടെ ആരാണ്? ഓ, അതെൻ്റെ അനിയത്തിയുടെ സന്തതിയാ. അവളും ഭർത്താവും ഈ പെണ്ണിൻ്റെ ജനനശേഷം മറിച്ചു. ജന്മദോഷം അല്ലാണ്ടെന്താ, നാശം പിടിച്ചോളൂ. സാവിത്രിയുടെ വാക്കുകളിൽ മഹാലക്ഷ്മിക്ക് അതിയായ ദേഷ്യം തോന്നിയെങ്കിലും പുറമെ പ്രകടിപ്പിച്ചില്ല. ഇങ്ങനെ ശപിക്കാതിരിക്കൂ. ഒരാളുടെ ജനനവും മരണവും ഒക്കെ ഈശ്വര നിശ്ചയമാണ്. അതിനാ കുട്ടി എന്തിനാണ് പഠിക്കുന്നത്? നിങ്ങളുടെ അനിയത്തിയുടെ മകളെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മകളെപ്പോലെയല്ലേ? പെൺകുട്ടികൾ വീടിൻ്റെ ഐശ്വര്യമാണ്, ദൈവത്തിൻ്റെ വരദാനമാണ്. എത്ര ദേഷ്യമുണ്ടെങ്കിലും ദയവായി ഇങ്ങനെയൊന്നും പറയരുത്. സാവിത്രിയുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവർ വെട്ടിത്തിരിഞ്ഞ് ഇടനാഴിയിലേക്ക് പ്രവേശിച്ചു. കഴിഞ്ഞുപോയ നിമിഷങ്ങളെക്കുറിച്ചോർത്ത് മുറിയിലെ ജനലിനോരം ചേർന്ന് നിൽക്കുകയായിരുന്നു ദയ. കാലങ്ങളായി അപമാനിക്കപ്പെടാറുണ്ട്. തൊലി കറുത്തതിനെ ചൊല്ലിയും അച്ഛൻ്റെ ജാതിപ്പേര് പറഞ്ഞും വിദ്യാഭ്യാസമില്ലാത്തവളും ബുദ്ധിശൂന്യയുമാണെന്ന് മുദ്രകുത്തിയും ശപിച്ചും പലരുടെയും മുന്നിലിട്ട് അപഹാസ്യമായിട്ടുണ്ട്. അപ്പോഴൊന്നുമില്ലാത്ത സങ്കടം ഇപ്പോഴെന്തിനാണ്? ചോദ്യങ്ങൾ ചോദിച്ച് സ്വയം സ്വാന്തനിപ്പിക്കാൻ ഒരു ശ്രമം നടത്തി. പക്ഷേ വല്യമ്മയുടെ വാക്കുകൾ ഈർച്ചവാൾ കണക്കി കാതുകളിലേക്ക് വീണ്ടും വീണ്ടും തുളച്ചു കയറുന്നു. പിന്നിൽ നിന്നും ആരോ വാതിൽ പൊളികൾ കൊട്ടിയടച്ച ശബ്ദം കേട്ട് ദയ ഒന്ന് ഞെട്ടിവിറച്ചു. ആരുടെയോ കാലടികൾ തനിക്കരികിലേക്ക് അടുക്കുന്നു. ശ്വാസമെടുക്കാൻ പോലും മറന്നവൾ പേടിയോടെ പിന്തിരിഞ്ഞു. ഭയപ്പെട്ടതുപോലെ മുന്നിൽ രവീന്ദ്രൻ. വാതിലടച്ച് കുറ്റിയിടാൻ മറന്ന നിമിഷത്തെ അവൾ ഉള്ളാലെ ശപിച്ചു. രവീന്ദ്രനിൽ പതിവ് ചിരിയില്ല, കണ്ണുകളിൽ കൗശലമില്ല, മറിച്ച് മറ്റെന്തോ അറിയാനുള്ള വ്യഗ്രത മാത്രം. അയാൾ ദയയെ അടിമുടിയൊന്ന് ഒഴിഞ്ഞു നോക്കിയ ശേഷം പാഞ്ഞു വന്ന് അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. അപ്രതീക്ഷിതമായതിനാൽ തടുക്കാൻ ദയയെ കൊണ്ടായില്ല. അയാളുടെ കരുത്താർന്ന വിരലുകളിൽ കുടുങ്ങിയ ദയ ജീവന് വേണ്ടി പിടഞ്ഞു. അവളുടെ ഇരുകാലുകളും തറയിൽ നിന്ന് വായുവിലേക്ക് ഉയർന്നു പൊന്തി. കുറച്ച് ദിവസങ്ങളായി നിന്റെ കൈകളിൽ നിന്ന് വഴുതി പോകുന്നു. രക്ഷകരുടെ ഒരു നിര തന്നെ ഉണ്ടല്ലോ കൂടെ. ക്രോധത്താൽ രവീന്ദ്രൻ ദയയിലുള്ള പിടി ഒരിക്കൽ കൂടി മുറുക്കി. മരണവെപ്രാളം കൊണ്ടവളുടെ കണ്ണുകൾ പുറത്തേക്കുന്തി. കൈവിരലുകളും നഖങ്ങളും ധാവണി പാവാടയ്ക്ക് മുകളിലൂടെ കാൽത്തുടകളെ മാന്തിപ്പറിച്ചു. അവളിലെ ചലനങ്ങൾ തീരെ നേർത്തു തുടങ്ങിയപ്പോൾ രവീന്ദ്രൻ തൻ്റെ കൈപ്പിടിയിൽ നിന്നും ആ പെണ്ണിന് മോചനം നൽകി. ദയ പിടച്ചിലോടെ നിലത്തേക്ക് വീണു. കൈകൾ രണ്ടും നെഞ്ചിൽ ചേർത്ത് വെച്ച് ആർത്തിയോടെ അവൾ ശ്വാസം ആഞ്ഞു വലിച്ചു. രവീന്ദ്രൻ ദയയെ പുച്ഛത്തോടെ നോക്കിയ ശേഷം അവൾക്കരികിലേക്ക് മുട്ടുകുത്തിയിരുന്നു. എന്നെക്കുറിച്ച് വല്ലതും നീ ഇവിടെ ആരോടെങ്കിലും പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞ. അയാൾ രൗദ്രഭാവത്തിൽ കീഴ്ച്ചുണ്ട് കടിച്ചു പിടിച്ച് താക്കീതോടെ ദയക്ക് നേരെ ചൂണ്ടുവിരലുയർത്തി. പറഞ്ഞാൽ നീ എന്തു ചെയ്യും? എന്നെ കൊല്ലുവോ? ഇമചിമ്മാൻ പോലും മറന്നവൾ രവീന്ദ്രനെ അതിരൂക്ഷമായി നോക്കി. നിറകണ്ണുകൾ രക്തവർണമായി, മാറിടങ്ങൾ കിതപ്പോടെ ഉയർന്നു താഴ്ന്നുകൊണ്ടിരുന്നു. രവീന്ദ്രനിൽ പരിഭ്രമം നിറഞ്ഞു. അത് ആസ്വദിച്ചെന്നപ്പോൾ ദയ മിഴികൾ കുറുക്കി ഒരു ഉന്മാദിയെപ്പോലെ അല്പനേരം അയാളെ തന്നെ ഉറ്റുനോക്കിയിരുന്നു. പിന്നീട് പുച്ഛത്തോടെ ചുണ്ടുകൾ വളച്ചൊടിച്ചൊന്ന് മന്ദഹസിച്ചു. ഞാൻ ചത്താലും നീ രക്ഷപ്പെടില്ലട നെറികെട്ട നായെ. നീ എന്നോട് ചെയ്തതെല്ലാം ഇവിടെയുള്ള പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ വിശ്വസിക്കുന്നവരോടൊക്കെ ഇനിയും ഞാനെല്ലാം വിളിച്ചു പറയും, ഉറക്കെ പറയും. ദയ ചത്തൊടുങ്ങിയ അടുത്ത നിമിഷം ഇവിടെയുള്ളവർക്ക് മുന്നിൽ നിന്റെ മുഖംമൂടി അഴിഞ്ഞു വീഴും. അതിനുള്ളതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അവൾ വീറോടെ വാശിയോടെ പറഞ്ഞു നിർത്തിയപ്പോൾ രവീന്ദ്രൻ സംഭ്രാന്തിയോടെ ഉമിനീര് വിഴുങ്ങി. അയാൾക്ക് ശരീരമാകെ ചുട്ടുപൊള്ളുന്നതായി തോന്നി. തൻ്റെ പതനം ചിന്തിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. ദയ പറഞ്ഞത് സത്യമാണോ എന്നുറപ്പു വരുത്താൻ അയാൾ ഒരിക്കൽ കൂടി അവളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. എപ്പോഴത്തെയും പോലെ ദയയുടെ മുഖത്ത് ഭയത്തിൻ്റെ നേരിയൊരു ലാഞ്ചന പോലുമില്ല, മറിച്ച് ഇതുവരെ കാണാത്ത തരത്തിലുള്ള ആത്മവിശ്വാസവും കരുത്തും. പറയ്, ഇനി നിനക്കെന്നെ ദേഹത്ത് തൊടണോ? മാർഗങ്ങളിൽ സ്പർശിക്കണോ? തുടയെടുക്കലൂടെ വിരലോടിക്കണോ? അതോ അന്നത്തെ 6 വയസ്സുകാരോട് കാണിച്ച ക്രൂരത
ഒരിക്കൽ കൂടി ആവർത്തിക്കണോ? പറയടാ. അവൾ സ്വയം മറന്നുറക്കെ അട്ടഹസിച്ചു. ഉത്തരം നൽകാൻ രവീന്ദ്രൻ്റെ നാവ് ചലിച്ചില്ല. ധരിച്ചിരുന്ന വെള്ള ജുബ്ബയാകെ വിയർപ്പിൽ പൊതിഞ്ഞു തുടങ്ങി. അത്രത്തോളം മാനസിക സമ്മർദ്ദം അയാൾ ആ നിമിഷങ്ങളിൽ അനുഭവിക്കുന്നുണ്ടായിരുന്നു. രവീന്ദ്രൻ അവൾക്ക് മുന്നിൽ നിന്നും എഴുന്നേറ്റ് തിരികെ നടന്നു. വാതിൽക്കലെത്തിയപ്പോൾ താൻ തോറ്റിട്ടില്ലെന്ന് തെളിയിക്കാൻ എന്ന പോൽ പിന്തിരിഞ്ഞ് ദയെ തറപ്പിച്ചൊന്നു നോക്കി. എപ്പോഴത്തെയും പോലെ അവൾ ശിരസ് കുനിച്ചില്ല, പതർച്ചയുടെ നോട്ടം മാറ്റിയില്ല. രവീന്ദ്രൻ്റെ കണ്ണുകൾ തിളങ്ങുന്നതിലും തീക്ഷ്ണമായി ദയയുടെ നോട്ടം അയാളിൽ തറഞ്ഞു നിന്നു. താൻ വീണ്ടും തളരുന്ന പോലെ തോന്നി രവീന്ദ്രന്. കൈമുഷ്ടി ചുരുട്ടി വാതിൽ പൊളിയിൽ അമർത്തി ഇടിച്ച് അയാൾ മുറിവിട്ടിറങ്ങി. ദയ ആശ്വാസപൂർവ്വം ശ്വാസം നീട്ടിയെടുത്ത് അവൾക്ക് അത്ഭുതം തോന്നി. ആദ്യമായി തനിക്ക് മുന്നിൽ, തൻ്റെ വാക്കുകൾക്ക് മുന്നിൽ അയാൾ പരാജയപ്പെട്ടിരിക്കുന്നു. കണ്ണേട്ടൻ എവിടെ പോകുക? വെയിൽ താഴ്ന്ന ഇടവേളയിൽ അല്പം നടന്നു വരാമെന്ന ഉദ്ദേശത്തോടെ പുറത്തേക്കിറങ്ങിയതായിരുന്നു കൈലാസ്. മുറ്റത്തു നിന്നും ചെരുപ്പിട്ട് നടക്കാൻ തുടങ്ങുമ്പോഴാണ് പിന്നിൽ നിന്നും സ്വാതിയുടെ ചോദ്യമുയർന്നത്. ഞാൻ വെറുതെ ഒന്ന് നടക്കാൻ. ഗോപുവും ശരണേട്ടനും? ഗോപു മഹിയമ്മയോടൊപ്പമാണ്, ശരൺ തിരക്കിട്ട പുസ്തക വായനയിലും. പറയുമ്പോൾ കണ്ണുകൾ ചുറ്റും ദയയെ തിരഞ്ഞു. അവളുണ്ടായിരുന്നെങ്കിൽ ഒപ്പം കൂട്ടാമായിരുന്നു, കുറച്ചു നേരം സംസാരിക്കാമായിരുന്നു. കൈലാസ് ചിന്തിച്ചു. സ്വാതിയിൽ അതിരിൽ കവിഞ്ഞ സന്തോഷമല തല്ലി. വന്നിട്ടിതുവരെ അവൾക്ക് കൈലാസിനെ ഒറ്റയ്ക്കൊന്നും കിട്ടിയിട്ടില്ല. എപ്പോഴും ഗോപികയോ ശരണോ കൂടെ കാണും. ഗോപികയാണെങ്കിൽ എത്ര ശ്രമിച്ചിട്ടും തന്നോട് അടുപ്പം കാണിക്കുന്നുമില്ല. ഒറ്റയ്ക്ക് പോകണ്ട കണ്ണേട്ടാ, ഞാനും വരാൻ കൂടെ, പരിചയമില്ലാത്ത സ്ഥലമല്ലേ പറഞ്ഞുകൊണ്ടവൾ ഉത്സാഹത്തോടെ കൈലാസിനൊപ്പം ഇറങ്ങി. ഇരുവരും നടന്നു നീങ്ങുന്ന മണ്ണ് പാകിയ വഴിക്കിരുവശവും നെൽപ്പാടങ്ങളാണ്. അവ കണ്ണെത്താ ദൂരം അങ്ങനെ നീണ്ടു കിടക്കുന്നു. വീശിയടിക്കുന്ന കാറ്റിൽ നെൽച്ചെടികൾ ആടി ഉലയുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടെന്ന് തോന്നി കൈലാസിന്. അവ തമ്മിൽ മുട്ടിയിരുമ്പുമ്പോൾ ദൂരെ നിന്നാരോ ചൂളം വിളിക്കുന്നത് പോലുള്ള ശബ്ദം. കണ്ണേട്ടന് ഇവിടമൊക്കെ ഇഷ്ടമായോ? അകലേക്ക് കണ്ണും നട്ടു നിൽക്കുന്ന കൈലാസിനെ നോക്കി ചോദിച്ചു സ്വാതി. അവളുടെ കണ്ണുകളിൽ അയാളോടുള്ള പ്രണയം, അയാളിലെ സൗന്ദര്യത്തോടുള്ള അടക്കാനാവാത്ത അഭിനിവേശം. അതെന്താടോ താൻ അങ്ങനെ ചോദിച്ചത്? അല്ല, അവിടെ സിറ്റിയിലെ പോയ ഫെസിലിറ്റീസ് ഒന്നും ഇവിടെ ഇല്ലല്ലോ. അതില്ല, എന്നാൽ ഇവിടെ എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ സിറ്റി ലൈഫ് കുറച്ചൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ. പബ്ബ്, സിനിമാസ്, ഓഫീസിലെ ഫ്രണ്ട്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ലഷർ ടൈം, ഈവനിങ്സിൽ അങ്ങനെ. അവനൊന്ന് നിർത്തി സ്വാതിയെ നോക്കി. താൻ MCA ഫൈനലല്ലേ? അതെ, ഇനി 2 മാസം കൂടിയേ ക്ലാസ്സുള്ളൂ. ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാ? അങ്ങനെയൊന്നുമില്ല. അവൾ ചുമൽ കൂച്ചി നിസ്സാരമട്ടിൽ പറഞ്ഞപ്പോൾ മറുപടിയായി കൈലാസ് ഒന്ന് പുഞ്ചിരിച്ചു. തിരികെ പോയാലോ? അവിടെ ചിലപ്പോൾ നമ്മൾ അന്വേഷിക്കുന്നുണ്ടാവും. ഇടത് കൈയിൽ കിട്ടിയ റിസ്റ്റ് വാച്ചിലേക്ക് നോട്ടം തിരിച്ച് കൈലാസ് ചോദിച്ചു. മറുപടിയായി സ്വാതി ഒന്ന് മൂളി. തിരികെ പോകാൻ അവൾക്കൊട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ കൈലാസിനെ തനിക്കൊപ്പം പിടിച്ചു നിർത്താൻ മാത്രം ഒരു ബന്ധം തങ്ങൾക്കിടയിൽ വളർന്നിട്ടുമില്ലെന്നത് അവളെ നിരാശയാക്കി. കണ്ണേട്ടൻ ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ? പ്രണയം? തിരികെ നടക്കുന്നതിനിടയിൽ സ്വാതി അല്പം മടിയോടെ ചോദിച്ചു. എന്തേ ഇങ്ങനൊരു ചോദ്യം? വെറുതെ. കൈലാസ് മന്ദഹസിച്ചു. സ്വാതിയുടെ കണ്ണുകൾ അയാളിൽ തന്നെ തറഞ്ഞു നിന്നു. അവളിൽ കൈലാസിൻ്റെ മറുപടി അറിയാനുള്ള അമിതമായ ജിജ്ഞാസ. ദച്ചു? കൈലാസ് മന്ത്രിച്ചു. സ്വാതി ഞെട്ടി. അവളോ? ചോദിക്കുമ്പോൾ മുഖം അവജ്ഞയോടെ ചുളിഞ്ഞിരുന്നു. നെഞ്ചിൽ ദയെ ചുട്ടുകൊല്ലാനുള്ള അഗ്നിയാളി. ആടോ, ദേ പോണു. കൈലാസ് മുന്നിലേക്ക് കൈ ചൂണ്ടി എതിർവശത്തായുള്ള ഇടവഴിയിലൂടെ കയ്യിലൊരു ബക്കറ്റ് മേന്തി വരുന്നവളെ സ്വാതി കണ്ടു. തൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരമല്ല കൈലാസ് നൽകിയതെന്നറിഞ്ഞപ്പോൾ അവൾക്ക് അതിയായ ആശ്വാസം തോന്നി. സ്വാതി ചിന്തിച്ചു നിൽക്കുന്നതിനിടയിൽ കൈലാസിൻ്റെ കാലുകൾ ധൃതിയിൽ ദയക്കരികിലേക്ക് ചലിച്ചിരുന്നു. ദച്ചു! കൈലാസ് കൈകൾ തമ്മിൽ കൊട്ടി ശബ്ദമുണ്ടാക്കി ഉറക്കെ വിളിച്ചു. ദയയുടെ കാലുകൾ പിടിച്ചു കെട്ടിയതുപോലെ നിന്നു. അവൾ കൈലാസിനെയും അവന് പിന്നിലായി വരുന്ന സ്വാതിയെയും മാറി മാറി നോക്കി. ദയക്കരികിലേക്ക് അടുക്കും തോറും വല്ലാത്തൊരു ദുർഗന്ധം തന്നെ പൊതിയുന്നതായി തോന്നി കൈലാസിന്. അതിനനുസൃതമായി അവൻ്റെ മുഖവും ചുളിഞ്ഞു. അടുത്തേക്ക് വരണ്ട, കയ്യിൽ ചാണകാണ്. കൈലാസിൻ്റെ ഭാവപകർച്ച മനസ്സിലാക്കിയെന്നോണം ദയ പറഞ്ഞു.